ദോഹയിൽ ജോലി ചെയ്തിരുന്ന ഭർത്താവ് മരിച്ച് 10 വർഷമായിട്ട് നഷ്ടപരിഹാര തുക ലഭിക്കാത്തതിനാൽ സാമ്പത്തികമായി പ്രതിസന്ധിയിലായിരിക്കുകയാണ് എറണാകുളം മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മ. സ്കൂൾ വിദ്യാർത്ഥികളായ 4 മക്കൾക്കൊപ്പം വാടക വീടുകൾ കയറിയിറങ്ങി മടുത്തിരിക്കുകയാണ് ഈ അമ്മ. 10 വർഷം മുൻപാണ് ദോഹയിലെ ഫോമോസ്റ്റ് കമ്പനിയിൽ ട്രെയിലർ ഡ്രൈവറായിരുന്ന താഹ എക്സ്കവേറ്റർ കടലിലേക്ക് മറിഞ്ഞ് മരിച്ചത്. കടലോരത്തു നിന്ന് മണ്ണെടുക്കുന്നതിനിടെ തിണ്ടിടിഞ്ഞ് കടലിലേക്ക് മറിയുകയായിരുന്നു. ശ്രീലങ്കൻ സ്വദേശിയായ ഡ്രൈവർ മരിച്ചു. 2 മക്കളുമായി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി രഹന. എൻ്റെ ഭർത്താവിൻ്റെ ഈ സ്പോൺസർ ഈ ഒരു 10 വർഷമായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് കാണേ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ബോഡി കൊണ്ടുവന്നത് മാമാടെ മോൻ നജീബാണ്. അപ്പം മാമാടെ മോനാണ് ഞങ്ങളോട് പറഞ്ഞ് കേസിനൊന്നും പോകാൻ നിൽക്കേണ്ട, JCBയുടെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും കിട്ടൂല, ഇനി പോകുന്ന നിർബന്ധമാണെങ്കിൽ വീട് കയറി വെട്ടു എന്നൊക്കെ ഭീഷണിയായിരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും വിവാഹം കഴിച്ചു. ഈ ബന്ധത്തിൽ 2 പെൺകുഞ്ഞുങ്ങളുമുണ്ടായി. ആദ്യ ഭർത്താവ് മരിച്ചതിന്റെ നഷ്ടപരിഹാര തുകയിൽ കണ്ണുണ്ടായിരുന്ന രണ്ടാം ഭർത്താവ് അത് കിട്ടില്ലെന്നറിഞ്ഞ് ഉപേക്ഷിച്ചുപോയി. ഒരു 5-6 മാസത്തെ വാടക കൊടുക്കാനുണ്ട്. ഞങ്ങൾക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. വാടക ചോദിച്ചിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ 4 കുട്ടികളാണ്. ഞങ്ങൾക്ക് ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. വാടക കൊടുക്കാൻ നിവർത്തിയില്ലാത്ത കാരണം. പിന്നെ ആണെങ്കിൽ സ്കൂളിൽ ഫീസ് പെൻഡിങ് ആണ്. ജീവിക്കാൻ വഴിയില്ലാതെ രഹന പകച്ചുപോയി. സുമനസ്സുകളുടെ സഹായം കൊണ്ട് ഇത്ര കാലം ജീവിച്ചു. കുഞ്ഞുങ്ങൾ ചെറുതായതിനാൽ ജോലിക്ക് പോകാനാകുന്നില്ല. രഹനയ്ക്ക് ജീവിക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു മാർഗം തെളിയണം. അതാണ് ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സാമൂഹ്യവിരുദ്ധരുടെ ഇടത്താവളമായതോടെ നാട് നന്നാക്കാൻ നേരിട്ടിറങ്ങുകയാണ് കൊച്ചി HMT കോളനിയിലെ നാട്ടുകാർ. ലഹരി ഉപയോഗിക്കുന്നവരെയോ ഇടപാടുകാരെയോ പിടികൂടിയാൽ കൈകാര്യം ചെയ്യുമെന്ന് ഫ്ലക്സ് വെച്ചാണ് മുന്നറിയിപ്പ്. എന്നാൽ ആരെയും കൈകാര്യം ചെയ്യാൻ പൊതുജനത്തിന് അധികാരമില്ലെന്ന വാദവും ഉയരുന്നുണ്ട്. കഞ്ചാവ്, MDMA, നിരോധിത ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പനയും ഉപയോഗവും കണ്ടാൽ ബന്ധുക്കളെന്നോ കൂട്ടുകാരെന്നോ നോക്കാതെ തല്ലുന്നതാണ്. അടിയിൽ യാതൊരു ദയാദാക്ഷിണ്യവും ഉണ്ടാവുന്നതല്ല. ചോദിക്കാൻ വരുന്നവർക്കും കിട്ടും അടി. കൊച്ചിയുടെ അഭിമാന പദ്ധതിയായ സീപോർട്ട് എയർപോർട്ട് റോഡ് കടന്നു പോകുന്ന ഇരുവശങ്ങളിലും രാത്രികാലങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും ലഹരി ഉപയോഗിക്കുന്നവരടക്കം വലിയ രീതിയിൽ തമ്പടിക്കുന്നുണ്ട്. ആ പ്രയാസം മൂലം ഒരു പ്രദേശത്തെ ജനങ്ങളാകെ ഒരു പുതിയ മാർഗം തേടുകയാണ്. അവർ അതിന് പ്രത്യക്ഷത്തിലൊരു ബോർഡ് വെച്ച് തന്നെ പ്രതിഷേധത്തിലേക്ക് കടന്നു. ആ കൂട്ടായ്മയാണ് HMT ഫ്രണ്ട്സ്. പോലീസ് ഉള്ളപ്പോൾ നമ്മളിങ്ങനെ അടിക്കേണ്ട ആവശ്യം വരുമോ? പോലീസ് അടിക്കുമെന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു അത്യാവശ്യ കാര്യമായി മാറിയിട്ടുണ്ട്. കാരണം ഇവിടെ മനുഷ്യർക്ക് അനാവശ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ പറഞ്ഞു പോകില്ലേ. ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. ഞങ്ങൾ പോലീസിൻ്റെ സഹായം ഞങ്ങൾ തേടിയിട്ടുണ്ട്. പോലീസ് ഞങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അതുകൊണ്ട് അതൊരു മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പ് ബോർഡ് അതുകൊണ്ട് വെച്ചേക്കണമെന്നാണ് ഞങ്ങൾ. ലഹരിയാണ്, എഴുതായിത്തോറും ലഹരിയായിരിക്കുള്ളൂ. എനിക്കറിയില്ല, നമ്മൾ കാണാത്ത സംഗതി കണ്ടെന്ന് പറയാൻ പറ്റുമോ? വളരെ ചൂഴ്ന്നിറങ്ങി നമുക്ക് അന്വേഷിക്കാനും പറ്റാത്ത ഒരു സാഹചര്യമാണ്. നമ്മൾ ആ ഒരു രീതിയിലേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ അത് വേറൊരു രീതിയിലേക്കായി മാറും. ഒരു സദാചാര പോലീസിങ് എന്നൊക്കെ ഉള്ള ഒരു രീതിയിലേക്കായി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. ഞങ്ങൾ വൈഫായിട്ട് ഇടയ്ക്കൊക്കെ ഇതിൽ നടക്കാനൊക്കെ ഇറങ്ങും. അപ്പോഴൊക്കെ കാണും റോഡ് സൈഡിൽ നിന്ന് കഞ്ചാവ് വലിക്കുന്നതും തെറിവിളിയും അടിപിടിയും. കൂടി ഇങ്ങനെ ഒരുപാട് പിള്ളേർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഒരുപാട് അനാവശ്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നു. നമ്മളതൊക്കെ ചോദിക്കാൻ ചെല്ലല്ല. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. ലഹരിയാകട്ടെ, ലഹരി ഉപയോഗിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളാകട്ടെ നിയന്ത്രിക്കാനും നടപടിയെടുക്കാനും പോലീസിനും സർക്കാർ സംവിധാനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ HMT കോളനിയിലെ ഈ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടട്ടെ. കൊച്ചിയിൽ നിന്നും സുജിത് വയലാറിനൊപ്പം സജിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. പല പ്രേക്ഷകർക്കും അതിൽ അഭിപ്രായമുണ്ട്. രതീഷ് പറയുന്നു, നിയമ നടപടികൾ വൈകുന്നതാണ് പൊതുജനം നിയമം കയ്യിലെടുക്കാൻ കാരണം. ജനസമൂഹത്തിൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുതെന്ന്. ചെറിയ കാര്യമുണ്ട്. നിയമം കയ്യിലെടുക്കാനുള്ള ലൈസൻസ് ജനത്തിനില്ല, പൊതുജനത്തിനില്ല, എനിക്കുമില്ല, താങ്കൾക്കുമില്ല, പ്രേക്ഷകരിലുള്ള മറ്റു ആൾക്കാർക്കുമില്ല. പക്ഷേ ഒരു ജാഗ്രത ജനങ്ങൾ തന്നെ സ്വയം കാവലായി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ശാരീരികമായി വർദ്ധിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും തല്ലി ഇല്ലാതാക്കാനോ ഒന്നും ജനങ്ങൾക്ക് അവകാശമില്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞ ഒരു വിജിലൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് പിന്തുണ കൊടുക്കൂ PG എന്ന് അഷ്റഫ് എന്നുള്ള പ്രേക്ഷകൻ പറയുന്നുണ്ട്. മുക്കിനും മൂലയിലുമുള്ള ഇത്തരം വിപത്തുകൾക്കെതിരെ ഒറ്റയ്ക്ക് ശബ്ദിക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്നത്, ഭീഷണി ഉണ്ടാകുന്നത്. ഒന്നിച്ചിറങ്ങി ഈ സമൂഹത്തെ കാർന്നു നിന്ന വിപത്തിനെതിരെ നോക്കാനും നിരീക്ഷിക്കാനും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളുണ്ട് എന്ന് തീരുമാനിച്ച് നാട്ടുകാർ ഇറങ്ങിക്കഴിഞ്ഞാൽ തീരാവുന്നത് മാത്രമേ ഉള്ളൂ ഇത്.